ഓരോ മനുഷ്യന്റെ പ്രവാസവും ഒരു അന്വേഷണമാണ്. പിച്ച വച്ചു കളിച്ചു വളർന്ന മണ്ണിലേക്ക് എന്നെനിക്ക് തിരിച്ചു പോകാനാകും, എന്നവിടെ ഒരു കൂര വയ്ക്കാനാകും, എന്നവിടെ ജീവിക്കാനാകും. ഇതറിയാനുള്ള അന്വേഷണം. ആ ദീപു, ഞാൻ എത്തിയടാ. നീ പാർക്കിങ്ങിലല്ലേ? ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. എന്നാ താക്കോൽ. വണ്ടി എങ്ങനെ കുളമാക്കിയോ? വണ്ടി ഞാൻ എടുത്തിട്ടേ ഇല്ല, ഇപ്പൊ എയർപോർട്ടിലേക്ക് കൊണ്ടു. അത്രേ ഉള്ളൂ. ഞാൻ വെറുതെ ചോദിച്ചാടാ. പെട്ടെന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ. എന്താണ് ഫ്ലാറ്റിന്റെ അവസ്ഥ? ഏയ്, നിങ്ങൾ പോയ പോലെ തന്നെയുണ്ട് ഇപ്പോഴും. ഇത്രയും കുട്ടി എന്തു പറയുന്നേക്കാ? സുഖമായിരിക്കുന്നടാ, അടുത്ത മാസം വരും. ഓർക്കുമ്പോ കൊതിയാവുന്നു. ഞാൻ നാട്ടിൽ പോയിട്ടിപ്പോ 3 വർഷം. പെങ്ങടെ കല്യാണം, വീട് പണി, ഏട്ടന്റെ ബിസിനസ്, എല്ലാത്തിനും കാശ് മതി. ഓരോന്നും ഇങ്ങനെ വരിയായി വന്നോളും. അത് നിന്റെ മാത്രം പ്രശ്നമല്ലടാ, ഇവിടെയുള്ള ഓരോരുത്തരുടെയും പ്രശ്നമാണ്. നാട്ടിൽ നിന്ന് 2 വർഷം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരും, പിന്നെ വർഷം 20 ആയാലും ഇവിടെ തന്നെ. പക്ഷെ എന്നെ കൊണ്ടൊന്നും വയ്യ. എല്ലാം ശരിയാവിടാ. ശരിയാവും. പിന്നെ നാട്ടിലെന്താ വിശേഷം? കേരളം ഇവിടെ പഴയ കേരളമൊന്നും അല്ല കേട്ടോ. വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വേണം 1000-ന്റെ ഒരു നോട്ട്. എന്താ വില ഓരോന്നും. അല്ലാ, ദീപു, കാര്യം പ്ലെയിനിലാണെങ്കിലും യാത്ര വയ്യാണ്ടാക്കൂട്ടോ. പെട്ടിക്ക് തന്നെ ഒരു നാടിന്റെ മണം. അതിലെന്റെ ഉമ്മ നിനക്ക് 3-4 മാങ്ങയും 2 കരിക്കും വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മാന്റെ സ്പെഷ്യൽ പത്തിരിയും കോഴിക്കറിയും. ഞാൻ ഇറങ്ങാൻ നേരത്ത് നിന്റെ അമ്മ ഒരു കത്ത് കൊണ്ടു തന്നു. ദാ ആ പുറത്ത് സിബിലുണ്ട്. എന്താണാവോ ഇനി അടുക്കളയുടെ അവസ്ഥ? വലിയ കുഴപ്പമില്ലല്ലോ. എന്താ വിശേഷിച്ച്? വിശേഷിച്ചൊന്നുമില്ല. അമ്മാവന്റെ മോളുടെ കല്യാണം, പെങ്ങടെ മോന്റെ ചോറൂണ്. ഇക്ക, ഞാൻ
നാട് വല്ലാതെ മിസ് ചെയ്യുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നീ ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുത്താൽ മതി. എന്തൊക്കെ? അല്ല, നിന്റെ ഈ ഹോം സിക്നെസ് കണ്ടുകൊണ്ട് ചോദിച്ചതാ. പറയക്ക. ഈ 8 വർഷം കൊണ്ട് നിന്റെ തൽക്കാല പ്രാരാബ്ദങ്ങളെല്ലാം തീർന്നില്ലേ? ഇനി വേണമെങ്കിൽ നിനക്ക് തിരിച്ചു പോയിക്കൂടെ? നാട്ടിൽ പോയി വല്ല ജോലിയോ ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും നോക്കിക്കൂടെ? ചെറുപ്പല്ലേ, എന്തേ ആലോചിച്ചൂടെ? ഈ കടലിനക്കരെയാണ് എൻ്റെ ഗ്രാമം. പൂക്കളും പുഴകളും പൂവാലിപ്പയ്യും പുൽച്ചാടിയും പൂവങ്കോഴി കൂകി എഴുന്നേൽപ്പിക്കുന്ന പ്രഭാതങ്ങളും മകരമാസക്കുളിരും മനം മയക്കുന്ന മഴയും കാതിന് ഇമ്പമേകുന്ന അമ്പലത്തിലെ റെക്കോർഡും പള്ളിയിലെ കുർബാനയും മസ്ജിദിലെ ബാങ്ക് വിളികളും. എന്തിനു വേണ്ടി ഞാൻ ആ നാട് വിട്ടു? ഒരേ ഒരു ഉത്തരം: ജീവിക്കാനായി. അതെ, ഏതൊരു പ്രവാസിക്കും പറയാനുള്ള ഏക ഉത്തരം. കാരണം ആ നാടിനോളം ഭംഗി ആ നാടിന് മാത്രം. ഞാൻ മടങ്ങിയാണ്. ഇനിയുള്ള എൻ്റെ വിയർപ്പിന് അവകാശം എൻ്റെ നാടിന് മാത്രം. പോറ്റമ്മയായ ഈ രാജ്യത്തിന് എല്ലാ ഐശ്വര്യങ്ങളും നേർന്ന് പെറ്റമ്മയുടെ മടിത്തട്ടിലേക്ക്. ഞാൻ തീരുമാനിച്ചു വെക്കാം. ഇക്ക ഇന്നലെ പറഞ്ഞില്ലേ നിർത്തി പോകുന്ന കാര്യം? അത് ഞാൻ ഉറപ്പിച്ചു. നിർത്തുകയാണ്. ദീപു, വാടാ. അപ്പൊ നീ നിർത്തി പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? കുറെ ആലോചിച്ചു, അവസാനം തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു. അതേതായാലും നന്നായി. ചില തീരുമാനങ്ങൾ എടുക്കാൻ സമയമെടുക്കും, പക്ഷെ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സുഖം, ഓ, ഞാൻ പോവാക്ക. അത്ര തന്നെ. പൊതുവെ നമ്മൾ പ്രവാസികൾക്ക് ഇതൊന്നും വിധിച്ചിട്ടില്ല. നിനക്കെങ്കിലും ആ ഭാഗ്യം ഉണ്ടാവട്ടെ. എന്താന്നറിയില്ലക്ക, ഇപ്പം മനസ്സിനൊരു കുളിർമ. അതങ്ങനെയാ മോനെ. പിറന്ന നാട്ടിലേക്ക് പെർമനന്റ് ആയിട്ട് പോകുമ്പോ പ്രവാസിക്കുള്ളൊരു പ്രത്യേകതയാ അത്. ശരിയാ. സന്ധ്യയായി, ഞാനൊന്ന് കുളിക്കട്ടെ, വിളക്ക് കൊളുത്തണം. എനിക്ക് നിസ്കരിക്കണം. ദീപു, ദീപു, ഇതെന്താണെന്നറിയോ? റെസിഗ്നേഷൻ ലെറ്റർ. നാളെ ഏതാ ഈജിപ്ഷ്യൻ മാനേജറിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ എണ്ണിക്കൊണ്ട് 30 ദിവസം ഉള്ള ചില്ലറയും വാങ്ങി ഞാനങ്ങ് പറക്കും നാട്ടിലേക്ക്. എന്നിട്ട് നമ്മുടെ ആ പഴയ പൂട്ടിക്കിടക്കുന്ന ഫ്ലോർ മില്ല് ഒന്ന് നന്നാക്കി എടുക്കണം. എന്നിട്ട് പിന്നെ അത് നടത്തണം. ജീവിക്കാൻ അതൊക്കെ മതി. നന്നായി കണ്ടാ മതി. പണിയെടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ എവിടെയാണേലും ജീവിക്കാം. നന്നാവും. കണ്ടോ, നാളെ എനിക്ക് ആ മാനേജറിന്റെ മുഖം ആലോചിക്കുമ്പോഴാ
നീ എന്താ ആകാശത്തേക്ക് നോക്കി ആലോചിക്കണേ? ഒന്നുമില്ല. വീട്ടുകാരിത് അറിയുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും എന്ന് ആലോചിച്ചതാ. നീ ഭാഗ്യവാനാടാ. ചെറുപ്പത്തിലേ വന്നു, ദേ ഇപ്പം പോണു. നിനക്കറിയോ 10-30 വർഷമായിട്ടും തിരിച്ചു പോകാൻ കഴിയാത്ത എത്രയോ പേരുണ്ട്. എനിക്കറിയാം. ഏട്ടനോടൊന്ന് വിളിച്ചു പറഞ്ഞാലോ, ഞാൻ വരാന്ന്. ഇപ്പം വേണ്ട, ഒരാഴ്ച കഴിയട്ടെ. ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് അറിയിച്ചാൽ മതി. ഇന്ന് ഇനി കിടന്നാൽ ഓർക്കം വരില്ല. മുഴുവൻ നാട്ടിലേക്ക് പോകുന്ന സ്വപ്നങ്ങളാ. വന്ന് കിടക്കാൻ നോക്ക്. രാവിലെ തന്നെ മാനേജറെ ഞെട്ടിക്കാനുള്ളതല്ലേ. പ്രധാന തലക്കെട്ടുകൾ. പ്രഥമ പൗരന്റെ സാന്നിധ്യത്തിൽ പ്രവാസി ഭാരതീയ സമ്മേളനത്തിന് തിരശ്ശീല. 4 മലയാളികൾ ഉൾപ്പെടെ 15 പേർക്ക്. നീ എന്തായിരുന്നു നേരത്തെ ഓഫീസിലേക്ക്, അതും ജീൻസൊക്കെ ഇട്ട്? പിന്നെ ഇത് കൊടുക്കാൻ പോണ ഞാൻ പാൻറ്റും ഷർട്ടും ഉണ്ടായൊക്കെ കേട്ടാ. അല്ല പിന്നെ ഏതായാലും നിന്റെ ഈ സന്തോഷം കാണുമ്പോഴാണ് മനസ്സിനൊരു സുഖം. ചെന്നാ മാനേജറെ ഞെട്ടിക്കാൻ നോക്ക്. ചിലപ്പോൾ ഈ കത്ത് കൊടുക്കുമ്പോൾ മാനേജർ പറയും ശമ്പളം കൂട്ടി തരാമെന്ന്. പക്ഷെ ഞാൻ പറയും ഐ എം സോറി, ഐ നീഡ് ടു ലീവ്. അപ്പോൾ ശരി, വൈകിട്ട് പാക്കലാം. ഓക്കെടാ. നാട്ടിൽ നിന്ന് ഏട്ടനാ. എന്താ ചെയ്യുക? ഇപ്പം പറയണോ അതോ സർപ്രൈസ് കൊടുക്കണോ? പിന്നെ പറഞ്ഞാൽ മതി. ഏട്ടാ, അച്ഛനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. എപ്പോ? ഇന്ന് രാവിലെ. ഇപ്പൊ ഐസിയുല. 2 കിഡ്നിക്ക് പ്രശ്നമുണ്ടെന്ന്. രാവിലെ തന്നെ ഒരു ഡയാലിസിസ് കഴിഞ്ഞു. നാളെ വീണ്ടും ഡയാലിസിസ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ ഇന്ന് തന്നെ വരാൻ നോക്കാം. നീ വെറുതെ ചാടിയോടി വരണ്ട. ഇവിടെ ഞങ്ങളെയൊക്കെ ഉണ്ട്, പേടിക്കണ്ട. നീ കുറച്ച് കാശ് എന്ന് തന്നെ അയക്കണം. ഈ പണത്തിന് കുറെ ആവശ്യം വരും. നീ കേൾക്കണ്ട? കേൾക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു ഒരു കിഡ്നി മാറ്റി വെക്കേണ്ടി വരും. അത് ചേർന്നത് കിട്ടാനുള്ള അന്വേഷണം തുടങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 4 ലക്ഷം വേണ്ടി വരും. നീ പണം ഉണ്ടാക്കാനുള്ള വഴിയോ നോക്കൂ. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഡോക്ടർ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. എന്താടാ, എന്തുപറ്റി? ആകെ പ്രശ്നമായേക്കാം. അച്ഛൻ ആശുപത്രിയിലാ. കിഡ്നി പ്രോബ്ലം. ട്രാൻസ്പ്ലാന്റേഷൻ വേണമെന്നാ ഡോക്ടർ പറഞ്ഞു. അയ്യോ, നിനക്കെന്നാ നാട്ടിലേക്ക് പോക്കൂടാ? എന്നെക്കാളും കൂടുതലും അവിടെ പണത്തിനാണ് ആവശ്യം വെക്കുക. അവിടെ പണം ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. നീ ഇങ്ങനെ വിഷമിക്കാതെടാ. ഇക്ക പറഞ്ഞ് വളരെ ശരിയായിരുന്നു. പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് ഈ നാട്ടിൽ നിന്ന് നമുക്കൊരു തിരിച്ചുപോക്കുണ്ടാവില്ല. ഇതൊരു കഥയല്ല, ഓരോ പ്രവാസിയും അനുഭവിക്കുന്ന സത്യം. നാടിനും വീടിനും നന്മ മാത്രം വിളമ്പുന്ന പ്രവാസികൾ ത്യജിക്കുന്നത് അവൻ്റെ സന്തോഷമാണ്, ആരോഗ്യമാണ്, ജീവിതമാണ്. ഞങ്ങൾക്ക് മുണ്ടൊരു സ്വപ്നദിനം, ഒരു വെയിലത്തും പുഞ്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ദിനം. ഭാരതമാതാവേ, നിന്റെ മണ്ണിലേക്കൊരു ടേക്ക് ഓഫ്.